ഗേൾസ് ഇത് നോക്കൂ, ഞങ്ങള് കാശും കൊടുത്ത് ട്രെയിനും ഫ്ലൈറ്റും എണ്ണിക്കൊടുത്ത് മണാലി വന്നതപ്പോ ചൂട് കഴിയുന്നു ഇരുന്ന് ഒരു ഞങ്ങളെന്ത് കുടുംബശ്രീയാണ് കുടുംബശ്രീ. ഗേൾസ് നിങ്ങൾ വെയില് കായാണ്. ഫ്ലാസ്ക് എടുത്താ കൊടുക്കണ്ട കേട്ടോ അവന്. ഞാൻ അവിടെ കറക്റ്റ് വായക്ക്. പക്ഷെ ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ എറിയുന്ന. ഇവിടെ സ്നോഫോളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ കേട്ടോ സ്നോഫോൾ. എന്താ സുർമയും അങ്ങോട്ട് പൊന്നില്ലേ? തണുപ്പിന്റെ വിലാപം പറഞ്ഞിട്ടിരിക്കും ഞങ്ങളിവിടെ. എന്താ നീ പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ? കുളിക്കുന്നതിന് ഇവിടെ തലയിരട്ടെന്നോ? അയ്യോ, ഒരുത്തി കുളിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡേയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇടയ്ക്ക് കടിക്കാനും ക്രിസ്പി ആയിട്ട് പറഞ്ഞു വരുമ്പോഴാണ് ട്രൈപോഡാണെങ്കിൽ എല്ലായിടത്തും വെച്ച് മറക്കും. ഇപ്പം ഞാൻ വേഗം മേടിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നുണ്ട്. ഇന്ന് സ്നോയിലേക്ക് പോണേ. അപ്പോൾ അപ്പോഴാണ് ട്രൈപോഡ് ഓർത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒരുങ്ങി. അയ്യോ, ഇത് ലോക്കാണോ? ഇവളുടെ മുന്നിൽ കൂടെ ഞാൻ ഓടി ഓടി പോയപ്പോൾ ടാറ്റ കടിച്ച് പോവുക കൊണ്ട ചാവി. ഞാൻ മേലെ പോയിട്ട് വീണ്ടും താറ്റി തന്നു. പോടാ ഗൈസ്, ഞങ്ങളുടെ റൂമിൻ്റെ കോലം നോക്ക്. അത് ഒരുപാട് പേരുള്ള എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. റൂമിലിരിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ കണ്ടോ. എല്ലാവരുടെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇനി വേഗം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യട്ടെ. നമുക്ക് ഇനി സ്നോയിൽ പോകുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, എല്ലാരും റെഡിയായി ഇവിടെ കാത്തുപ്പുണ്ട്. എന്നാ നമ്മൾ ശരിക്കും മഞ്ഞിലേക്ക് പോകുന്നല്ലേ, മഞ്ഞ് വാരാൻ. ഗേൾസ് നിങ്ങൾ വെയില് കായാണ്. ഫ്ലാസ്ക് എടുത്താ? എന്തൊരു സുഖം ഈ വെയിലിനൊക്കെ, എന്തൊരു സുഖം. എന്നിട്ട് ബാക്കിക്ക് പോണം. അന്നാ ബാക്കിക്ക് പോ. ചുള്ളനായിട്ടുണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് കടം മേടിക്കുന്നത് കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. കൊടുക്കണ്ട കേട്ടോ അവന്. ഇനി അവിടുന്ന് കാണാം. ഒപ്പത്തിനും ക്യൂട്ട്നെസ് വാരി വെതർ രണ്ടും കൂടി വന്ന്. നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് റെന്റൽ ഡ്രസ്സാണ്. ഇവിടെ കണ്ണടക്ക് വേണ്ടി ഭാഗ്യം ചെയ്യണം. ഏത് കണ്ണട എടുക്കണം ശരിയാതെ ബ്ലോഗർ കുടുങ്ങിയിരിക്കുകയാണ്. ഗൈസ് അവിടുന്ന് കളറായിട്ടൊക്കെ വന്നാണ്. ഇവിടെ മറ്റേ സുനിധി ചൗഹാന്റെ പോലെ. അയ്യോ, സുനിധി ചൗഹാൻ അല്ല, സുനിത വില്യംസ്. മറ്റേ ചന്ദ്രനിൽ പോകാൻ നിൽക്കുന്ന പോലത്തെ ഔട്ട്ഫിറ്റ് ആയിപ്പോയി. ഒരു രക്ഷയില്ല. കാരണം അത്രയും മഞ്ഞത്ത് പോകുമ്പോൾ എന്തായാലും ഇതിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നനയുകയും ചെയ്യും, ഭയങ്കര തണുപ്പായിരുന്നു.
ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുങ്ങണ്ടായിരുന്നല്ലേ? എന്തെങ്കിലും വലിച്ചു വാരിട്ട് പോന്ന മതിയായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ തൈ ലുക്കിലുണ്ട് ഗൈസ്. ഗ്രാമപ്പണികൾക്ക് പോയിട്ട് ഞങ്ങൾ വരാം മഞ്ഞില്. ഈ മഞ്ഞൊക്കെ വാരിക്കൊരു ഞങ്ങളെന്ത് കുടുംബശ്രീയാണ് കുടുംബശ്രീ. തണുപ്പായതുകൊണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങോട്ട് വലിയുന്നില്ല, കാല് വലിയുന്നില്ല. അത്യാവശ്യം നല്ല ആരോഗ്യം കൂടി വേണം. കാരണം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളൊരു ഞങ്ങളവിടെ വണ്ടി നിർത്തി ഏകദേശം അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. കുറച്ച് കയറ്റം തന്നെ. നല്ല ആരോഗ്യം വേണ്ട പരിപാടി കൂടിയാണത് അല്ലേ ഗൈസ്? ഇതിന്റെ ഗ്യാപ്പിൽ കൂടി അങ്ങോട്ട് പോകാനും പോയി എവിടെ നിൽക്കാൻ പോയ അവസ്ഥ. എങ്ങനെയുണ്ട് നടന്നു തന്നെ? ഇല്ലട്ടാ, ടയർഡാവും പിന്നെന്ന് ഓക്കെ ശരിയാവും, വീണ്ടും ഒന്ന് ടയർഡാവും വീണ്ടും ശരിയാവും. പക്ഷെ ഇതൊരു എൻജോയ്മെന്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എടുക്കൂല അല്ലെ? ഒരു രസമുള്ളൊരു ആണോ? ഷാനിനൊന്ന് വിളിക്കേ. എന്താ എന്റെ കുട്ടിക്ക് വിഷമം? വഴി തെറ്റാനുള്ളത് കൂടി ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. ഇതന്നെ വഴി തെറ്റിച്ചുകൂടി അവന് ഒരു മൾട്ടി കളർ ക്യാപ്പ് മേടിച്ച്, ഒരു റെഡ് മേടിച്ചത് ചെറുതായി പോയി, ചെവി കവറാവണില്ല. അപ്പൊ ഞാൻ വേഗം കിട്ടിയ ക്യാപ്പിൽ വാങ്ങിച്ച രസമുള്ളത്. मैंने किया है ऐसे फोटो दीदी. That's right. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പോരല്ലോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നാടൻ ക്യാമ്പിൻ്റെ ടീമുമായിട്ട് സൊളങ് വാലിയിൽ മണാലിയിലാണുള്ളത്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ടീം. ഗൈസ് അങ്ങനെ ഇതാ നമ്മളിവിടെ നമ്മൾ മെയിൻ സ്നോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്നോ ഒന്നും പറിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ, ഭയങ്കര ഐസായി പോയി. പിന്നെ ഭയങ്കര നല്ല വെയിലും നല്ല തണുപ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ എവിടെയും പോകണ്ട അങ്ങനത്തെ അവസ്ഥ. ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ. എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കട്ടെ. എന്തെങ്കിലും ആക്ടിവിറ്റീസ് സ്വാമി ഇവിടെ ഒരു ഹായ് കൊടുക്കും. ഞങ്ങൾ ഏതാണ്ട് ഡാൻസ് ഒക്കെ പഠിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. ആരങ്ങനെ പോയിട്ട് നമ്മൾ ശരിക്കും ഇന്ത്യന്റെ പുറത്തൊന്നും പോകണ്ട, ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമ്മൾ സ്നോഫോളും ഒക്കെ കാണുമ്പോഴേ ഇതിന്റെ അകത്താണ് ശരിക്കും. ഞങ്ങൾ ഇതല്ല, ഇതിന്റെ അകത്തുള്ളതാണ് ഞങ്ങൾ. അടിപൊളി കോട്ടൊക്കെ അവിടെ നിന്ന് പുറത്ത് കോട്ടിട്ടാ. നമുക്ക് ഡാൻസ് പഠിക്കും പെട്ടെന്ന്. ഞങ്ങൾ ഡാൻസ് ഒന്നും പഠിക്കല്ലോ. ബോലോ ഹായ്, താങ്ക് യു. നമ്മളിങ്ങനെ എടുക്കണമെന്നുണ്ട്. അങ്ങനെ എടുക്കണം. എവിടുന്ന കിട്ടാം? പിന്നെ വേഗം വാ. അയ്യോ നിനക്ക് ക്യാമറ ആണോ കേട്ടോ? വൈറലായെന്നൊന്നും നീ പറയരുത്. സ്ലിപ്പാവുന്നവരൊക്കെ വൈറലാവും കേട്ടോ. പഠിച്ചോണ്ടിരിക്കാണ് ബായി. ഇവിടെ മഞ്ഞൊക്കെ ഉണ്ടോ? ഇവിടെ കൂട്ടിയിട്ടതെല്ലാം വെട്ടി നിരത്തുകയാണ് ഗൈസ്. അതുകൊണ്ട് ഇവിടുന്ന് പൊക്കോളം മതി, കുറച്ച് മാറിക്കോ ആണോ? പയ്യൻസൊക്കെ കഷ്ടപ്പെട്ട് ഇതുവരെ പഠിക്കാത്ത ഡാൻസ് പഠിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇത് കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ്, ഇങ്ങനെ പഞ്ഞു പോലെയല്ലേ, പക്ഷെ ഇത് പഞ്ഞല്ല കേട്ടാ.
കറക്റ്റ് വായക്ക്. പക്ഷെ ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ എറിയുന്ന. ഇവിടെ സ്നോഫോളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ കേട്ടോ സ്നോഫോൾ. തെണ്ടി മുഖത്തേക്കിടല്ലേ ആകെ കൂടെയുള്ള മേക്കപ്പ് കളയല്ലേ തെണ്ടി. ഇല്ല ഇല്ല ഞാനില്ല ഇല്ല ഇല്ല കളിക്ക് ഞാന് വെച്ചിരുന്നു. थैंक यू. 6 कप चाहिए मैं. സൂപ്പ് ഉണ്ടല്ലോ. നീ ഇപ്പൊ അവിടെ ഇരുന്നേ. ഇനിയിപ്പോ ടേബിൾ ഉണ്ടാക്കുന്നു. एक और भी. ഇതൊന്ന് പിടിക്കോ? ചൂടുണ്ടാ, നല്ല ചൂടുണ്ടേ. ബിസ്ക്കറ്റ് വേണോ ഗൈസ്? ഗുഡ് ഡേ. ഗുഡ് ഡേ ഉണ്ട്. പാർലേജിയാ? പാർലേജി എടുക്കാം. ഞങ്ങളൊരു ചായ കുടിക്കാണ്. ചായ അല്ലേ കോഫി അല്ലേ? കോഫിയാണ്. എന്തൊരു മസാല ചായ പോലെ അല്ലേ? നോർമൽ ടീ പോലെ അല്ലേ? ഒരു മസാല ടീ ആണ്. അതെ, വിത്ത് ഹൈഡ് ആൻഡ് സീക്ക്. നല്ല രസമുണ്ട്. എനിക്ക് ചായ കുടിച്ചപ്പോൾ ഒരു റിഫ്രഷ് ആയില്ലേ? ഇവിടെ വന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട് ക്യാമറാമാൻമാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സുഖം. നമുക്ക് കുറച്ച് നല്ല SLR ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എടുത്തു തരും. അപ്പോൾ എനിക്കിത് ഒരു ക്യാമറമാനെ കിട്ടിയാൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം. മറ്റുള്ള സ്ഥലത്തേക്ക് വന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ എനിക്കത് എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന തണുപ്പായിരുന്നു. ഏറ്റവും തണുപ്പ് ഞങ്ങളുടെ റൂമിലായിരുന്നു. പുറത്ത് വരുമ്പോൾ പിന്നെ ഇച്ചിരി സൂര്യനും ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് ആ തണുപ്പ് ഭയങ്കര ഓക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ പുറത്തുള്ള ഡ്രസ്സൊക്കെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം അത് ആ തണുപ്പ് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതുപോലെ പിന്നെ ഈ ട്രിപ്പിൻ്റെ എക്സ്പെൻസിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചു കേട്ടോ. അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. ഓക്കെ, മാഗി സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ അത്ര ടേസ്റ്റ്, പക്ഷെ കടം മേടിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ നമ്മളെ മണാലി വന്നാലുള്ള ഇവിടുത്തെ മെയിൻ ലഞ്ച് ഇതാ. ഇവിടെ ഈ ഒരു മാഗിയും കോഫിയും. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഓംലെറ്റും വേറെ. പിന്നെന്താ ഓംലെറ്റും. നീ എന്താ കഴിച്ച? മോമോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? മാഗി സൂപ്പറാ. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. അപ്പൊ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞു. ഇനിയും സമയമുണ്ട്. ഡിന്നർ നമുക്ക് അവിടുന്ന് കിട്ടും. നമുക്ക് മുതലാളി സെറ്റാക്കി തരില്ലേ അവിടെ. അപ്പോൾ ഞങ്ങൾ ഇനി വീണ്ടും ബാക്ക് ടു റൂമിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. റെഡി ആക്കട്ടെ. എവിടെ നോക്കട്ടെ. അവന്റെ സ്ട്രോബെറി ഹേർഡ്. ഈ ഹേർഡ് നീ ഉണ്ടാക്കിയല്ലേ? ഐസ് ചിരണ്ടി ഉണ്ടാക്കിയല്ലേ? ആർക്ക് കൊടുക്കാൻ വേണ്ടി കയ്യിൽ വെച്ചിട്ട് ആർക്കൊന്നും കാണിക്കണ്ട കേട്ടോ. കാണിക്കോ? ഞാൻ കാണിക്കട്ടെ. പിന്നെ നീ വയറെ പറ്റിച്ചല്ലേ? എടാ, ഹണിമൂൺ വന്ന കപ്പിൾസിൽ കണ്ടേ ഇടക്കിടക്ക് മുങ്ങും. ഭാര്യയും ഭർത്താവും. എവിടെയാ നിങ്ങൾ ഇടക്കിടക്ക് മുങ്ങുന്നെന്ന് പറ. എന്തെങ്കിലും ഫുഡ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ രണ്ടുപേരും അത് ട്രൈ ചെയ്യും. നീ അത് ഫുഡാ ട്രൈ ചെയ്തേ പറ. എന്താ ട്രൈ ചെയ്ത്? രാംലാൽ പറയൂ. എന്തോ ഒന്ന് ഞങ്ങൾ കഴിക്കാത്ത നീ കഴിച്ചു. മാഗി ഞങ്ങളും കഴിച്ചു കേട്ടോ. ചേച്ചി അനിയനിക്ക് സോക്സ് ഇടുന്നത് കാണണ്ട എല്ലാരും അല്ലേ? എന്തൊരു കെയർ. ഈ രണ്ടുപേരല്ലേ ഉള്ളൂ മക്കള്? ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ നിങ്ങളല്ലേ? അതുകൊണ്ട് നിനക്ക് നിന്റെ ഒരു സെക്കൻഡ് മമ്മി പോലെ ആയിരിക്കും സിസ്റ്റർ. ആണോ? പാരഷൂട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. അണിലേട്ടന് ഇവിടെ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട് ഞങ്ങൾ പാട്ടൊന്ന് സെർച്ച് ചെയ്യട്ടെ. എന്തൊരു ഡാൻസ് കണ്ടു നിന്റെ എന്നല്ല ഇവിടെ. എന്താ പോക്കി ഗേൾസ് പോക്കി ബഡീസ് എന്താ ചെയ്യുന്നത് ഇവിടെ? എന്താണ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ പോക്കി ബഡീസ്? എന്റെ കുട്ടിയുടെ ലവ് ഒക്കെ സമസ്യ. എങ്ങനെയുണ്ട്? ഹൗസ് ട്രിപ്പ്?
അടിപൊളി. സന്തോഷായി. പിന്നെ കൊണ്ടുപോകാനായിട്ട് ചൂടുവെള്ള തിരിച്ചു വന്നിട്ടാണ് കിട്ടുന്നത്. കൊണ്ടുപോകാൻ ഇതാ മഞ്ഞിലൊക്കെ കളിച്ച് വന്നിരുന്നു. എൻ്റെ മോൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഗേൾസ് ഇതാ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചൂടോടെ ഹീറ്റർ ഓർഡർ ചെയ്തല്ലേ. നമ്മളപ്പം എന്താ ഹീറ്റർ നടുവിൽ വെച്ച് 4 പേരും കിടക്ക്. എന്തെങ്കിലും ചൂടുള്ള സാധനം റൂമിൽ ഉണ്ടാവുമല്ലോ, അത്രയും മതി. അല്ലെങ്കിൽ ഇവിടെ ഇന്നലെ പറയായിരുന്നു കസേര മേശ കൂട്ടിയിട്ട് കത്തിച്ചാലോ ഒന്ന് ഒരു തുള്ളി ചൂടിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ആവശ്യം വരില്ല. ഇടക്കിടക്കൊന്നും പോയി തൊടാലോ, അത്രേ ഉണ്ടുള്ളൂ. അത് നിങ്ങളൊക്കെ നടന്നു നോക്കും, ഞങ്ങളങ്ങനെ ലിഫ്റ്റില്ല. ഇക്വാലിറ്റി, ഇവിടെ ഇക്വാലിറ്റിയാണ് പ്രധാനം. ആണും ഈക്വലിനെ പറ്റി സംസാരിക്കരുത്, ഈക്വലിനെ പറ്റി സംസാരിക്കരുത്, പോണതിനെ പറ്റി സംസാരിക്കുന്നത് പറഞ്ഞ പോലെ നടക്കുക. ചേട്ടൻ നടക്കുക. നീ പോയാൽ ഞങ്ങൾ ഗേൾസ്, ഞങ്ങള് ഗേൾസ് ഒക്കെ ഇവിടെ തണുത്തിരിക്കുക. എന്താടി ഇതൊന്നും കേരളത്തിൻ്റെ ഉള്ളിൽ ബോധം പോവും, വന്ന ബോധം തിരിച്ചു പോവും. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഗൈസ്, ഇവിടുന്നാണ് ഐസ് ഉൽപ്പാദിപ്പിക്കണേന്ന് തോന്നുന്നു. കാരണം അത്ര തണുപ്പ് ഞങ്ങളെ റൂമിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുറന്ന് കയറുന്ന പോലെയാണ് ഈ റൂമിൽ കയറുമ്പോൾ. അത് എന്തൊരവസ്ഥയാണ് ഗേൾസ്. ഇത് നോക്കൂ, ഞങ്ങള് കാശും കൊടുത്ത് ട്രെയിനും ഫ്ലൈറ്റും എണ്ണിക്കൊടുത്ത് മണാലി വന്നതപ്പോ ചൂട് കഴിയുന്നു ഇരുന്ന്. ഒരു ഇച്ചിരി ചൂട് എവിടുന്നെങ്കിലും കിട്ടുമെന്നൊക്കെ. അതെ, എത്ര വേണമെങ്കിലും കൊള്ളാം. എവിടെ ഞങ്ങളുടെ കേരളം എന്നൊക്കെ അത് നമിക്കുന്നത്. ഇപ്പൊ ഇച്ചിരി ചൂടിന് വേണ്ടി ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുക്കാം. നമസ്കാരം. ഞങ്ങളിങ്ങനെ കാല് ചൂടാക്കട്ടെ. ഞങ്ങൾ ഇന്നലെ പറയുന്നത് രാത്രി വീട്ടിലെത്തുമ്പോഴും ഉമ്മാനോട് വിളിച്ചു പറയണം, ഉമ്മ അടുപ്പ് എത്തിച്ചോട്ടെ. ഇത് ഇങ്ങനെ ഒരു ഹീറ്റർ കേട്ടോ ഗൈസ്. ഇത്രേ ഉള്ളൂ സ്പേസ്. ഞങ്ങൾ 3 കൂടി ഇവിടെ എന്തൊക്കെ കാണിച്ചു വിട്ടു. കാല് കുറെ ചൂടാക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? അതെ, ബുദ്ധി ആദ്യം മരവിച്ചു. ഇവിടെ വന്നപ്പോ കൈ കുറെ ഇങ്ങനെ ആക്കി നോക്കും, പിന്നെ കുറച്ച് കാല്. ഒരാശ്വാസം ഉണ്ട് കേട്ടാ. ഈ കൈയും കാലും നന്നായി തന്നെ എല്ലാം നന്നാവും അല്ലേ, സ്പ്രെഡ് ആവും വേഗം. ഒരുത്തിന് വരുന്നുണ്ട്. ഓളിത്ര നേരോടെ ഫോൺ വിളിച്ചോണ്ട് നല്ല ഹൈപ്പിലായിരുന്നു. വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. ഇതിപ്പോ ഹീറ്റർ മൊത്തത്തിൽ ഓൾ കൊടുക്കണ്ടിരുന്നു. ആക്രമണം നോക്കാം, ആക്രമണം. മറ്റേ കമ്പിളി എടുത്തിട്ട് പാടി നമുക്ക് ആവി പിടിക്കാം. ഗൈസ്, ഞങ്ങൾ പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു. കണ്ടാ, കമ്പിളി പമ്പിളിൽ ആവി പിടിക്കാൻ കുട്ടികള് വിത്ത് തെർമൽസ്. ഞാനിതിന്റെ അകത്തേക്കൊന്ന് പോയിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഗൈസ്. പിന്നെ ഒന്ന് വന്നൊന്ന് ഫ്രഷ് ആവണം. എനിക്കൊണ്ട് ലെൻസ് കുറെ നേരം വെച്ചതുകൊണ്ട് ലെൻസ് കണ്ണിലങ്ങോട്ട് ഫിക്സ് ആയി തോന്നുന്നുണ്ട്. വേറെ പിടിക്കും, കയ്യുമ്പൊക്കെ നോക്കും, ഇതുപോലെ നുള്ളിയും എടുക്കും. അത് ഞാൻ ഈ വൈപ്സ് കൊണ്ടൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. ഓഫ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കാം. മെയിനായിട്ട് നല്ല ഡാമേജ് വരെ ചുണ്ടിന് കൂടി കേട്ടോ. ചുണ്ടൊക്കെ പൊട്ടുകയും ചെയ്യും, ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ട്. ചേട്ടന് ചേച്ചി ഇവിടെ തീ കത്താൻ വേണ്ടി കാത്തിരിക്കാണ്. പിള്ളേരോടെ പോയി തീ കത്തിക്കാൻ ഞങ്ങളെ സഹായം വേണമെന്ന് ചേച്ചി ചോദിച്ചാ. അതിന് നമ്മൾ പെണ്ണുങ്ങളെ വേണ്ടി വരും അല്ലേ. ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒടുക്കത്തെ തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. സോറി, ഇപ്പൊ ചെയ്യിപ്പിക്കാം. നമ്മൾ തിന്നാ തല്ലാവോ? എല്ലാവർക്കും നടുവിൽ നിൽക്കണമായിരുന്നു. എന്താടാ അവിടെ? ആ ദേശി, പക്ഷെ അവര് പാടുമ്പോ വേറെന്തോ ഇപ്പോഴാ പാടിയത് ശരിയായില്ല. പൊന്നിന്റെ
നൈറ്റ് ഇതുപോലെ ഞങ്ങൾ ക്യാമ്പ് ഫയർ വിത്ത് ടോക്ക് ഷോ ആയിരുന്നു കേട്ടോ. അതായത് ഓരോരുത്തരും വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത ജീവിതാനുഭവം എല്ലാം അല്ലേ, അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ 3ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.